നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് POS മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നതാണ്. ഈ വ്യക്തി ഇവനല്ല, അവൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. അതായത് ATMs ഒക്കെ ഇവിടെ കുറവായതുകൊണ്ട് നമ്മൾ ഇവൻ്റെ നിന്ന് നമ്മൾ പൈസ മേടിക്കുമ്പോൾ അവൻ ചെറിയൊരു ചാർജ് നമ്മുടെ നിന്ന് മേടിക്കും. അതായത് നമ്മൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുമ്പോൾ അവൻ നമുക്ക് ലോക്കൽ കറൻസി തരും. ഇതാണ് സംഭവം. ഇനി നമ്മൾ നേരെ പോകുന്നത് മൊക്കോക്കോ മാർക്കറ്റിലേക്കാണ്. മൊക്കോക്കോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാർക്കറ്റിലേക്ക് പോകുന്നത്. സംഭവം കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ഫിഷ്, അതായത് ഡയറക്റ്റ് നമ്മുടെ ബോട്ടിൽ നിന്നുള്ള ഫിഷുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നിന്നാണ് ഞാൻ പണ്ട് കാണിച്ചു തന്നിട്ടുള്ളത് സൺഡേ മാർക്കറ്റിലേക്കൊക്കെ മെയിനായിട്ടും ഫിഷ് പോകുന്നത്. സോ ഇവിടെ ഇടത്തരം ഫിഷുകൾ ഉണ്ടാവും, കുറച്ച് വലിയ നല്ല അടിപൊളി 10-20 കിലോന്റെ ഫിഷ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ടും ചെറിയ ചെറിയ ഫിഷസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് മേടിക്കേണ്ടത് ഒരു അത്യാവശ്യം ഒരു 6-7 കിലോ വലുപ്പമുള്ള നല്ലൊരു ഫിഷാണ് മേടിക്കേണ്ടത്. കാരണം ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ള അമ്മച്ചിമാരൊക്കെ, അതായത് ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് മെയിനായിട്ടും ഇതുപോലെ ഫിഷ് ബിസിനസ് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാണ്ട് പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജെൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് പിടിച്ച് കൊണ്ടുവരിക, മാർക്കറ്റിലേക്ക് എത്തിക്കുക, അത്ര മാത്രമേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് ബിസിനസിന്റെ കാര്യത്തിൽ ഇവര് എല്ലാം വേറെ ആരും ഇല്ല എന്ന് പറയാം. കാരണം പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളും ഇവർക്ക് എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ധാരണ ഇവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിനും പിന്നെ അതുപോലെ രഞ്ജിത്തുമാണ്. ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഈ രഞ്ജിത്താണ് പറഞ്ഞത്, അതായത് ഇങ്ങനെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ പിന്നെ ലോക്കൽസ് ആണ് മെയിനായിട്ടും കാണാൻ പറ്റുക. ഇപ്പോൾ കുറേ ചൈനക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പ്ലസ് ഇന്ത്യക്കാരും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഞാനൊരു 2-3 ചൈനക്കാരും 2-3 ഇന്ത്യക്കാരും മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്ന് ഇപ്പോൾ ബിസിനസ് പതുക്കെ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫിഷുകളൊക്കെ കണ്ടില്ലേ, അതായത് നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക മീനുകൾ നമുക്ക് ഇവിടെയും കിട്ടും. പ്രൈസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാളും പ്രൈസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ നിന്ന് നൈജീരിയയിലേക്ക് ജോലിക്ക് വന്നിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഇവിടെ മത്സ്യസമ്പത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അവരൊന്ന് തപ്പിപ്പിടിച്ച മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇതൊക്കെ സേഫ് ആണ്. കാരണം പ്രത്യേകിച്ച് ലാഗോസിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാർക്കറ്റിലൊന്നും പോകണോണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളി ഫിഷ്, അതായത് ഇപ്പം തന്നെ കൊണ്ട് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ ഇതിന് ശേഷം എൻ്റെ മീൻ വന്നു, അതായത് വറ്റ ഏകദേശം ഒരു 7.25 കിലോളം വെയിറ്റ് ഉള്ള ഒരു വറ്റയാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എത്ര സൈസ് തോന്നിക്കുമെന്ന് അറിയില്ല, പക്ഷേ 7.5 കിലോ ഉണ്ടെന്നുള്ളത് കൺഫേം ആണ്. ഞാൻ വീട്ടിൽ വന്ന് വെയിറ്റ് നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എൻ്റയർലി വ്യത്യാസമാണ്. അതായത് മാർക്കറ്റിന്റെ സൈഡിലായിട്ട് അങ്ങകലെ വരെ അവർ കട്ട് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് മാത്രം ഇപ്പോൾ മീനൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ കട്ട് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. കാരണം അവരാണ് ഈ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു വിധത്തിൽ ഓപ്പണായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കുറവായിട്ട് കാണുന്നത് കേട്ടോ. മാർക്കറ്റിൽ ചെറുതായിട്ട് തിരക്കൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോരാത്തന്നെ നമുക്ക് നേരെ വീട്ടിലെത്തണം. ഇന്ന് പള്ളിയിൽ പോകണം, സൺഡേ ആണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് പൈസ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു മീൻ വെച്ചിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം